ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ 1077 ദിവസം. ഇന്നത്തെ പ്രഭാത ചിന്ത ഇയ്യോബ് 1-ാം അധ്യായം 21-ാമത്തെ തിരുവചനത്തിന്റെ അവസാന ഭാഗം. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ചെറിയ പാലങ്ങളും കെട്ടിടങ്ങളും വിജയകരമായി നിർമ്മിച്ച ഒരു മനുഷ്യൻ പുതിയ ഒരു സംരംഭം ആരംഭിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. തൻ്റെ എല്ലാ പ്രസ്ഥാനങ്ങളും വിറ്റ് ആ പണമെല്ലാം ഒരു സ്വകാര്യ ബാങ്കിൽ നിക്ഷേപിച്ചു. പുതിയ സംരംഭത്തിൽ നിക്ഷേപിക്കുവാനായിട്ട് ഒരുങ്ങുന്നതിൻ്റെ ആ ചെറിയ ഇടവേളയിൽ അയാളുടെ സർക്കാർ സ്വകാര്യ ബാങ്കുകളിലെ സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടി. ആജീവനാന്തം അയാൾ സമ്പാദിച്ചതെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയായി. ഈ അനീതിക്കെതിരെ അയാൾ പ്രതികരിച്ചില്ല. പകരം ദൈവത്തോട് അപേക്ഷിച്ചിട്ട് വീണ്ടും ലളിതമായി ആരംഭിക്കുവാനായിട്ട് തുടങ്ങി. തിരുവചനം പരിശോധിക്കുമ്പോൾ യോബിന് നഷ്ടപ്പെട്ടത് സ്വത്തുക്കൾ മാത്രമായിരുന്നില്ല. തൻ്റെ ദാസന്മാരെയും മക്കളെയും ഒക്കെ നഷ്ടപ്പെട്ടു. തൻ്റെ ആരോഗ്യം പോലും നഷ്ടപ്പെട്ടു. യോബിന്റെ പ്രതികരണം കാലാതീതമായി ഇന്നും നമുക്ക് മാതൃകയാണ്. അവൻ പ്രാർത്ഥിച്ചു, ഞാൻ നഗ്നനായി എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. നഗ്നനായി തന്നെ ഞാൻ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ അധ്യായത്തിന്റെ ഒടുവിലത്തെ വചനം പറയുന്നത്, ഇതിലൊന്നിലും യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല എന്നാണ്. നമ്മുടെ യഥാർത്ഥ സമ്പത്ത് ഈ ഭൂമിയിലല്ല എന്ന് യോബിനെ പോലെ, ഈ മനുഷ്യനെ പോലെ, നമ്മിൽ പലരെയും പോലെ തിരിച്ചറിയുവാൻ തക്കവണ്ണം നമുക്കെല്ലാവർക്കും ഇടയാകണം. ദൈവം അനുഗ്രഹിക്കട്ടെ.